ഹായ്, സുഖല്ലേ? ഇന്ന് നമുക്ക് മുപ്പുളി ഉണ്ടാക്കാട്ടുള്ളൂ. ഇതൊരു അഗ്രഹാര രുചിയാണ്. ഇതിൽ 3 പുളി കറക്റ്റ് അളവിൽ ചേർന്ന് കിട്ടിയാലേ ഇത്രയും ടേസ്റ്റുള്ള കറി വേറെ ഇല്ല. അപ്പോൾ 3 പുളി എന്തൊക്കെയാണെന്ന് നോക്കൂ. തൈര്, പുളി, ഒരു കഷ്ണം മാങ്ങ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ എന്ന് കൂടി കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടെന്ന്, നിങ്ങളത് ഏത് നാട്ടിലിരുന്നിട്ടാണ് കാണുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കറിയണമല്ലോ എൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ എവിടെ ഇരുന്നിട്ടാണ് അത് കാണുന്നതെന്ന് കമൻറ്റ് ചെയ്യാനായിട്ടുള്ള മറക്കരുതേ. അപ്പോൾ ഇന്ന് ഞാൻ കഷ്ണം എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം ചുരയ്ക്ക, ഒരു 1-2 മുരിങ്ങക്കായ, ഒരു കഷ്ണം മുരിങ്ങക്കായ, ചെറിയൊരു പീസാട്ടോ ചുരക്ക എടുത്തത്. പിന്നെ എടുത്തത് ചേനയുടെ ഒരു കഷ്ണമാണ് കേട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ചേനയുടെ സ്ഥലത്ത് കായ എടുക്കാം, മറ്റേ എന്താ പറയുക, നമ്മുടെ ചുരക്കയുടെ സ്ഥലത്ത് കുമ്പളങ്ങ എടുക്കാം, മുരിങ്ങക്കായ ഇട്ടുള്ളൂ, അത് പ്രത്യേക മണമാണ്. അപ്പോൾ ഇത് ചെറിയ ക്യൂബ്സ് ആയിട്ട് നമ്മൾ എലിശ്ശേരിക്ക് കൂട്ടുകറിക്കൊക്കെ കട്ട് ചെയ്യില്ലേ, ആ ഒരു പരുവത്തിലാണ് കേട്ടോ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുത്ത് മുരിങ്ങക്കായ തോലും കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടുള്ളൂ. ഇനി നമുക്കതിലേക്ക് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇത് വേവാൻ കുറച്ചുകൂടി വെള്ളം വേണ്ടി വരും, ചേനയൊക്കെ വേവാൻ ഇത്തിരി ടൈം എടുക്കുമല്ലോ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇത് വേവയുടെ നേരം കൊണ്ട് നമുക്കിതിൻ്റെ മസാല ഒരു അരക്കി ചേർക്കാനുണ്ട്. അതിലേക്ക് അരയ്ക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മളുടെ മാങ്ങയുടെ ഒരു കഷ്ണം തോല് കളഞ്ഞ് വെക്കാട്ടുള്ളൂ. അപ്പോൾ അതായത് ഒരു ചെറിയ കഷ്ണം മാങ്ങ എടുത്തിട്ടുള്ളൂ ഞാൻ, എന്താ പറയുക, അത് തോല് കളഞ്ഞിട്ട് അതേപോലെ ക്യൂബായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടുള്ളൂ. ഇനി വറുത്തിടാൻ വേണമെന്ന് പറഞ്ഞില്ലേ, അതിന് വേണ്ടത് ഒരു 1/2 സ്പൂൺ വെന്തയം, ഉലുവ, ഒരു 1/4 സ്പൂൺ ഉഴുന്നുപരിപ്പ്, പിന്നെ ഒരു 1/4 സ്പൂൺ തോരപ്പരിപ്പ്, ഒരു 1/4 സ്പൂൺ പച്ചരി. നോക്കൂ, പൊടികൾ ഇത്ര മതി കേട്ടോ ആ കഷ്ണത്തിന്. കാരണം ഇത് കൂടുതലായാൽ കുറുകുറുന്നിരിക്കും കറി, അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അത് കുറച്ച് വെള്ളം പോലെ ഇരിക്കണം, നമ്മുടെ പുളിങ്കറിയൊക്കെ പോലെ. പിന്നെ നമുക്ക് തേങ്ങ വേണം. ഞാനിവിടെ തേങ്ങ കൊത്തിയിട്ട് നമ്മുടെ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വറക്കുമ്പോൾ നല്ല ഈവണായിട്ട് അത് നല്ല ഒരേപോലെ നന്നായിട്ട് കിട്ടും, പെട്ടെന്നായി കിട്ടും. അപ്പം നല്ല ബ്രൗൺ ആയിട്ട് വറക്കുകയും വേണ്ട. ഞാൻ കാണിച്ചു തരാട്ടുള്ളൂ അതെങ്ങനെയാണ്. അപ്പം നമ്മുടെ തേങ്ങാക്കൊത്ത് ചെരുവിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാനിത്തിരി ഈസി ആവാൻ വേണ്ടി ചെയ്തേ ഉള്ളൂ. പിന്നെ ഇത് വറക്കാനും ഈ കുറയ്ക്കും വെളിച്ചെണ്ണ തന്നെ വേണം, അതാണ് അതിൻ്റെ ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കിയപ്പോൾ നമ്മുടെ ഉഴുന്നുപരിപ്പ്, തോരപ്പരിപ്പ്, അരി, വെന്തയം, പിന്നെ നമ്മുടെ വറ്റൽമുളക് കൂടി വേണം കേട്ടോ. 2 വറ്റൽമുളകും കൂടി ചേർത്തി പിന്നെ ആ തേങ്ങയും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. തേങ്ങ തീയലിനൊക്കെ വറക്കണം മാതിരി ബ്രൗൺ ഒന്നും ആവരുത്. നമ്മുടെ പുളിയുറുമ്പിൻ്റെയൊക്കെ കളറില്ല, ആ ഒരു കളറാക്കിയാൽ മതി കേട്ടോ. അത്രേ ആവണ്ടു. നല്ല മൂത്തതാവൊന്നും ഇങ്ങനെ തീയലിന് പോലെയൊന്നും ആവരുത്. പിന്നെ നമ്മളുടെ ഇത് ഇപ്പോൾ ഞാനിങ്ങനെ സിമ്മിലിട്ടിട്ടാണ് വറുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ചെറിയ ചൂടിലിട്ടിട്ട് അത് വറുത്തതിലേക്ക് ഒരു 1/2 സ്പൂൺ മുളക് ഇട്ടിട്ടുണ്ട്, മുളക് പൊടി. നമുക്ക് എരിവിനുള്ള മുളക് പൊടി ചേർത്തണം. നമ്മൾ വറ്റൽമുളകൊന്നും ഇട്ട് അത്ര എരിവുണ്ടാവില്ല, അപ്പോൾ മുളക് അതിലേക്ക് ചേർത്തിക്കോളൂ. മുളക് പൊടി ചേർത്തിട്ട് നോക്കുക, കണ്ടില്ലേ, പുളിയുറുമ്പിൻ്റെയൊക്കെ ഒരു കളറ് പോലെയാണ് ഇതിന് കിട്ടുക. ആ ഒരു മണം വരും, അരിയും ഉലുവയും പരിപ്പൊക്കെ വെന്തയൊക്കെ വറുത്ത ഒരു മണവും ആ തേങ്ങയും കൂടി ആകുമ്പോൾ നല്ല വെളിച്ചെണ്ണയിൽ സൂപ്പർ മണം വരും കേട്ടോ. അത് അനുഭവിച്ച് മനസ്സിലാക്കണം എന്നുകൊണ്ട് ഇത് ഉണ്ടാക്കി നോക്കിക്കോളൂ. കണ്ടൊരു പുളിയുറുമ്പിൻ്റെ കളറല്ലേ ഇതിന്, ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ? അപ്പോൾ ഈ പുളിയുറുമ്പിൻ്റെ കളറ് പറഞ്ഞാൽ ഓഫ് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് ഇതാ നമ്മുടെ കഷ്ണങ്ങളിപ്പോൾ ഒരു 1/4 വേവായിട്ടേ ഉള്ളൂ. ചേന കുറച്ച് നേരം എടുത്തു ഈ ചേന വേവാൻ. പെട്ടെന്ന് വേവണ ചേന വെച്ചാൽ നല്ലതായിരുന്നു. ഇത് കുറച്ച് ടൈം എടുത്തിട്ടാണ് വെന്ത് കിട്ടിയത്. അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ട് നമ്മുടെ മാങ്ങയിൽ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടുള്ളൂ. ഇനി അടച്ചു വെക്കണം. ഇത് ഇടയ്ക്കിടയ്ക്ക് അടച്ചു വെച്ചുകൊണ്ടിരുന്നുള്ളൂ, അത് അപ്പോഴേ ആ കഷ്ണമൊക്കെ വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടില്ലേ നമ്മളുടെ പുളിയുറുമ്പിൻ്റെ പോലെ കളറുള്ള നമ്മുടെ തേങ്ങ, അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മൾ ആദ്യത്തെ പുളി ഇട്ടു, മാങ്ങ ഇട്ടു കേട്ടോ വേവാൻ. ഇനി നമുക്ക് നമ്മുടെ 2ാമത്തെ പുളി ചേർക്കണം. നമ്മുടെ 2ാമത്തെ പുളി ഏതാണ്? നമ്മുടെ ഈ വാളം പുളിയാണ്. അപ്പോൾ അതിനെ അങ്ങനെ പുളി ഇട്ടിട്ട് അരയ്ക്കാം, പക്ഷേ കളർക്ക് ഒരു വ്യത്യാസം വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യണം. അത് പുളി കുതിർത്തിട്ട് ആ വെള്ളം ചേർത്തിട്ടാണ് ആ മസാല അരച്ച്. ചിലവർ ഇതിൽ നമ്മുടെ തൈര് ചേർത്തിയായിരിക്കും, പുളി ഒഴിച്ച് വേവിക്കും. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാറുള്ളൂ. 3 പുളി ചേരണം അതിൽ കറക്റ്റായിട്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് അരച്ചെടുത്തു. നല്ല മിനുക്കത്തിൽ അരച്ചുള്ളൂ, നല്ല മിനുസായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ചുകൂടി വെള്ളം നമ്മുടെ ജാറിലൊഴിച്ച് ആ ജാറൊന്ന് ഒലുമ്പിയിട്ട് ആ വെള്ളം കൂടി എടുക്കാം. എന്നുവെച്ചാൽ നമുക്ക് ആ കൂട്ടാനിൽ കുറച്ച് നല്ല വെള്ളം വേണ്ടേ. ഞാൻ പറഞ്ഞില്ലേ പുളിങ്കറി പോലെ ഇരിക്കേണ്ടതെന്ന്. നോക്കുമ്പോൾ നമ്മുടെ കഷ്ണം കുറച്ചൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഇതിലേക്ക് ഈ നമ്മുടെ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ചേന വെന്തോന്ന് നോക്കിയാൽ മതി, ബാക്കിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മളുടെ അരച്ചത് കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തി കൊടുക്കണം കേട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ തന്നെയാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തണത്. പിന്നെ ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കണം. പിന്നെ ഇതിൽ മെയിനായിട്ട് നിങ്ങൾ കുറച്ച് ശർക്കര ചേർത്തിയേ പറ്റൂ കേട്ടോ. എന്താ അറിയോ, ശർക്കര 3 പുളിയും നന്നായിട്ട് ബാലൻസ് ആവണം. ഈ 3 പുളിയും കറക്റ്റ്
കറക്റ്റ് പാകത്തിന് ചേർന്ന് കിട്ടിക്കഴിഞ്ഞാലില്ലേ ഈ കറി ഇത്രയും ടേസ്റ്റുള്ള കറി വേറെ ഇല്ല. നമ്മുടെ വറക്കണതും നല്ല പാകത്തിന് വറുത്ത് കിട്ടിയ നല്ല മണമാണ് അതിന്. അപ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വെല്ലം ചേർത്തണമെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് ശർക്കര ചേർത്തിട്ടുണ്ട്, അതെന്തായാലും ചേർത്തണം കേട്ടോ. അപ്പോൾ കറക്റ്റ് ടേസ്റ്റ് വരിക അതിന്. ഇപ്പം നമ്മളുടെ കഷ്ണമൊക്കെ വന്ന് പാകത്തിന് കറി കുറുക്കി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പത്തുനിന്ന് കറി വാങ്ങിച്ച് വെച്ചു, ചട്ടി ഇറക്കി വെച്ചു. ഇനി നമുക്കതിലേക്ക് നമ്മുടെ മൂന്നാമത്തെ പുളി, നമ്മളുടെ തൈര് ഒഴിച്ചു കൊടുക്കാറുള്ളൂ. പണ്ടുള്ളവർ പറയും നല്ല പുളിയുള്ള തൈരോ സംഭാരമാണ് ചേർക്കേണ്ടതെന്ന്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് പാകത്തിനുള്ള പുളി ചേർക്കേണ്ടതാണ് നല്ലതെന്ന്. ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ നമ്മളുടെ കടുക്, മുളക്, കറിവേപ്പില അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പം നമ്മളുടെ മുപ്പുളി, ഇതിനെ പറഞ്ഞ് മുപ്പിളി എന്നാവും, പക്ഷേ കറക്റ്റായിട്ട് പറഞ്ഞാൽ മുപ്പുളി എന്നാണ് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ലല്ലോ. അപ്പോൾ ഹൈപ്പും കൂടി ചെയ്തു തരണം കേട്ടോ. ചെയ്യില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ കമൻറ്റ്സ് ചെയ്യണം. നിങ്ങൾ എവിടെ ഇരുന്നിട്ട് ഏത് നാട്ടിൽ ഇരുന്നിട്ട് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഇത് നല്ല തൈരും ചോറിൻ്റെയും കൂടെ കൂട്ടി കഴിച്ചു നോക്കൂ, എന്നിട്ട് പറയൂ സൂപ്പർ അല്ലേന്ന്. അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.